രണ്ടാമത്തെ അംഗമുൻസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 18ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹൈറാർക്കിയുടെ അന്തർദേശീയത എന്ന വിഷയമാണ്. ഹൈറാർക്കിയുടെ അന്തർദേശീയത എന്ന വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് ആഫ്രിക്കയിൽ നിന്നും ലത്തീൻ അമേരിക്കയിൽ നിന്നുമുള്ള ബിഷപ്പുമാരാണ്. ഇപ്പോഴും ആഫ്രിക്കയിൽ നിന്നും ലത്തീൻ അമേരിക്കയിൽ നിന്നുമുള്ള മെത്രാന്മാർക്കാണ് ഹൈറാർക്കിയുടെ അന്തർദേശീയത എന്ന വിഷയം ചർച്ച ചെയ്യാനായിട്ട് താല്പര്യം. ഏഷ്യയിൽ നിന്നുള്ള മെത്രാന്മാർ ഈ വിഷയം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഹൈറാർക്കിയുടെ അന്തർദേശീയത എന്ന വിഷയം കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്കാരങ്ങളിൽ നിന്നും വിവിധ റീത്തുകളിൽ നിന്നുമുള്ള മെത്രാന്മാരും വൈദികരും അൽമായരും വത്തിക്കാനിൽ വിവിധ ഡിക്കാസ്ട്രികൾ ഏറ്റെടുത്തുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. അത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കാനായിട്ട് ഇന്ന് സാധിക്കില്ല എങ്കിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ഏതാനും പേരെങ്കിലും ഈ രീതിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വിവിധ റീത്തുകളിൽ നിന്നുമൊക്കെ വത്തിക്കാനിലേക്ക് കൂടുതലായിട്ട് ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയത്. മാർപ്പാപ്പമാർ പോലും ഭൂരിപക്ഷവും ഇറ്റലിയിൽ നിന്നുള്ളവരായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ കർദിനാളന്മാരും ഭൂരിപക്ഷവും ഇറ്റലിയിൽ നിന്നുള്ളവർ മാത്രമായിരുന്നു. ഇറ്റലിക്ക് പുറത്തു നിന്നുമുള്ള പോളണ്ടിൽ നിന്നുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും ജർമ്മനിയിൽ നിന്നുള്ള ബെനഡിക്ട് 16 മാർപ്പാപ്പായും അർജന്റീനയിൽ നിന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പായും ഒക്കെ ഒരുപക്ഷെ തുടർച്ചയായിട്ട് 3 മാർപ്പാപ്പന്മാർ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഇറ്റലിക്ക് പുറത്തു നിന്നായിരുന്നു എന്നതും ഈ അർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഇറ്റാലിയൻ സഭ മാത്രമല്ല, യൂറോപ്യൻ സഭ മാത്രമല്ല, ആഗോള സഭയാണ്. ഹൈറാർക്കി എന്ന് പറയുന്നതും പ്രാദേശികമല്ല, യൂറോപ്യനല്ല, അന്തർദേശീയമാണ്. അതുകൊണ്ട് ഹൈറാർക്കിയുടെ അന്തർദേശീയത എന്ന വിഷയം ഇനിയും സഭയിൽ ചർച്ചകൾക്ക് കാരണമാക്കും. അതുപോലെ തന്നെ വികേന്ദ്രീകൃതമായ സഭ എന്ന വിഷയവും ചർച്ചകൾക്ക് കാരണമാക്കും. സഭയുടെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി റോമ കേന്ദ്രീകൃതമായ സഭയാണ് വേണ്ടത് എന്ന് പറയുന്നവരുണ്ടെങ്കിലും വിവിധ സംസ്കാരങ്ങളും വിവിധ ഭാഷകളും ഒക്കെ സഭയിലുള്ളതുകൊണ്ട്, വിവിധ റീത്തുകളുള്ളത് കൊണ്ട് വികേന്ദ്രീകൃതമായ കത്തോലിക്ക സഭ എന്ന ആശയത്തിനായിരിക്കും ഭാവിയിൽ മുൻഗണന കിട്ടുക. ഹൈറാർക്കിയുടെ അന്തർദേശീയത എന്ന വിഷയം ഇനിയും ചർച്ച ചെയ്യപ്പെടും തീർച്ചയാണ്.